പരീക്ഷയെക്കുറിച്ചുള്ള ആവലാതി ഇനി വേണ്ട. സ്മാർട്ട് സ്റ്റഡി സീക്രട്സ് ആൻഡ് എക്സാം ഹോൾ സൈക്കോളജി. പുറത്ത് നേരിയ തണുപ്പുണ്ടെങ്കിലും പല വിദ്യാർത്ഥികളുടെയും ഉള്ളിൽ പരീക്ഷയെക്കുറിച്ചുള്ള ആവലാതിയാണ്. പുസ്തകം തുറന്നുവെച്ച് മണിക്കൂറുകളോളം ഇരുന്നിട്ടും ഒന്നും തലയിൽ കയറാത്ത അവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? വീട്ടുകാർക്ക് നിങ്ങൾ പഠിക്കുകയാണെന്ന് തോന്നുന്നുണ്ടാകാം, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയമാണ്. ഞാൻ എല്ലാം മറന്നുപോവുകയാണോ? പരീക്ഷാ ഹാളിൽ ബ്ലാങ്കായി പോകുമോ? നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന് മുൻപത്തെ പേജിൽ എന്താണെന്ന് ചോദിച്ചാൽ ഓർത്തെടുക്കാൻ പ്രയാസപ്പെടുന്നത് നിങ്ങളുടെ കഴിവുകേടല്ല, മറിച്ച് നിങ്ങളുടെ പഠന രീതിയുടെ കുഴപ്പമാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ വെറും മോട്ടിവേഷൻ എന്നതിനപ്പുറം പരീക്ഷാ പേടിയെ പരാജയപ്പെടുത്താൻ സഹായിക്കുന്ന കൃത്യമായ ലോജിക് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും പരീക്ഷ എന്നത് നിങ്ങൾക്ക് പേടി സ്വപ്നമല്ല, മറിച്ച് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദി മാത്രമായി മാറും. നമ്മളിൽ പലരും ചെയ്യുന്നത് പാസീവ് റീഡിംഗ് ആണ്. അതായത് വെറുതെ വരികളിലൂടെ കണ്ണോടിക്കുന്നു. അപ്പോൾ തലച്ചോറ് വിചാരിക്കും, ഇതൊക്കെ എനിക്ക് അറിയാമെന്ന്. എന്നാൽ നമ്മുടെ മസ്തിഷ്കം ഒരു അരിപ്പ പോലെയാണ്. അതിന് പ്രയോജനമില്ലാത്ത വിവരങ്ങളെ അതുടൻ കളയും. നിങ്ങൾ മനപ്പാഠം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ റോട്ട് ലേണിംഗ് വിവരങ്ങൾ കൃത്യമായി സേവ് ചെയ്യപ്പെടില്ല. പരീക്ഷാ ഹാളിലെ സമ്മർദ്ദം കൂടി വരുമ്പോൾ ഈ വിവരങ്ങൾ ഓർത്തെടുക്കാൻ തലച്ചോറിന് കഴിയാതെ വരുന്നു. ഇതിനെയാണ് നമ്മൾ ബ്ലാങ്ക് ഔട്ട് എന്ന് വിളിക്കുന്നത്. ഇതിനൊരു പ്രായോഗിക പരിഹാരം നമുക്ക് നോക്കാം. ഫിസിക്കൽ ആൻഡ് മെന്റൽ എംപവർമെന്റ്. പരീക്ഷയുടെ സമ്മർദ്ദം കുറയ്ക്കാൻ മാനസികമായ തയ്യാറെടുപ്പ് പോലെ തന്നെ പ്രധാനമാണ് ശാരീരികമായ ഫിറ്റ്നസും. നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ശരീരത്തെ മറന്നുപോകരുത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഒരു അത്ലറ്റിക് ബോഡി ഉണ്ടാക്കാമെന്ന്. അതിനുള്ള ഉത്തരമാണ് എൻ്റെ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ്. സാധാരണഗതിയിൽ 4000 രൂപ വിലയുള്ള ഈ പ്രീമിയം ഓൺലൈൻ വീഡിയോ കോഴ്സ് വർക്കൗട്ട് ഉപകരണങ്ങളൊന്നുമില്ലാതെ സ്വന്തം ശരീരഭാരം ഉപയോഗിച്ച് എങ്ങനെ കരുത്തുറ്റ ശരീരമുണ്ടാക്കാമെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇത് കേവലം പേശികൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ഡിസിപ്ലിനും ഫോക്കസും വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. ഇവിടെയാണ് നിങ്ങൾക്കുള്ള സുവർണാവസരം. നമ്മുടെ ഈ ചാനലിലെ കമ്മ്യൂണിറ്റി വളർത്തുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ വെറും 89 രൂപയ്ക്ക് ഈ 4000 രൂപയുടെ പ്രീമിയം ഓൺലൈൻ വീഡിയോ കോഴ്സ് നിങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമായി ലഭിക്കും. വെറുമൊരു ചായ കുടിക്കുന്ന ചിലവിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാനുള്ള അവസരമാണിത്. പരീക്ഷാ തിരക്കുകൾക്കിടയിലും ദിവസവും 15-20 മിനിറ്റ് ഇത് പിന്തുടരുന്നത് നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. സ്റ്റെപ്പ് 1. ആക്റ്റീവ് റീകോൾ. മറക്കാതിരിക്കാൻ ഒരു മാജിക് വിദ്യ. പഠിച്ച കാര്യങ്ങൾ മറന്നുപോകാതിരിക്കാൻ ഏറ്റവും മികച്ച മാർഗം ആക്റ്റീവ് റീകോൾ ആണ്. നിങ്ങളൊരു ടോപ്പിക് വായിച്ചു കഴിഞ്ഞാൽ ഉടൻ പുസ്തകം അടച്ചു വയ്ക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ച് സ്വയം ചോദിക്കുക, ഞാനിപ്പോൾ പഠിച്ച കാര്യത്തിലെ 3 പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ്? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നിങ്ങളുടെ തലച്ചോറിന് കഷ്ടപ്പെടേണ്ടി വരും. ആ കഷ്ടപ്പാടാണ് വിവരങ്ങളെ നിങ്ങളുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് അഥവാ ദീർഘകാല ഓർമ്മയിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ വെറുതെ 10 വട്ടം വായിക്കുന്നതിനേക്കാൾ ഗുണം ചെയ്യും 1 വട്ടം ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത്. പരീക്ഷാ ഹാളിൽ ഈ 3 പോയിന്റുകൾ ഓർത്താൽ അതിനെ വികസിപ്പിച്ചെഴുതാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാവില്ല. സ്റ്റെപ്പ് 2. സ്റ്റോപ്പ് ന്യൂ മെറ്റീരിയൽസ്. പുതിയവയെ ഭയപ്പെടുക. പരീക്ഷയ്ക്ക് ഏതാനും ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ പലരും ചെയ്യുന്ന വലിയ അബദ്ധമാണ് പുതിയ പുസ്തകങ്ങൾ തേടിപ്പോകുക. നിങ്ങളുടെ സുഹൃത്ത് മറ്റൊരു റാങ്ക് ഫയലോ ഗൈഡോ ഉപയോഗിക്കുന്നത് കണ്ടാൽ ഉടൻ നിങ്ങളും അത് വാങ്ങാൻ ഓടും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കും. നിങ്ങൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയ നോട്ടുകളേക്കാൾ മികച്ചതായി ഈ ലോകത്ത് മറ്റൊരു പുസ്തകവുമില്ല. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങളുടെ തലച്ചോറിൽ ഒരു ചിത്രം പോലെ പതിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് അവസാന നിമിഷം റിവിഷന് വേണ്ടി മാത്രം സമയം മാറ്റിവെക്കുക. പുതിയ ടോപ്പിക്കുകൾ പഠിക്കാൻ ശ്രമിക്കുന്നത് പഴയ അറിവുകളെയും കൺഫ്യൂഷനിലാക്കും. സ്റ്റെപ്പ് 3. ദ സയൻസ് ഓഫ് സ്ലീപ്പ്. ഉറക്കം ഒരു ആയുധമാണ്. പല വിദ്യാർത്ഥികളും പരീക്ഷാ തലേന്ന് രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പഠിക്കാറുണ്ട്. ഇത് വെറും മണ്ടത്തരമാണ്. സയൻസ് പറയുന്ന പ്രകാരം നമ്മൾ പകൽ പഠിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിൽ സ്ഥിരമായി ഉറപ്പിക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. നിങ്ങൾ ഉറങ്ങുന്നില്ലെങ്കിൽ തലേന്ന് പഠിച്ച കാര്യങ്ങൾ സേവ് ചെയ്യപ്പെടാതെ പോകുന്നു. പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് തലവേദനയും തളർച്ചയും അനുഭവപ്പെടാൻ ഇത് കാരണമാകും. ചുരുങ്ങിയത് 6 മുതൽ 7 മണിക്കൂർ വരെ ഉറക്കം പരീക്ഷാ സമയത്ത് നിർബന്ധമാണ്. നന്നായി ഉറങ്ങിയ ഒരാൾക്ക് പരീക്ഷാ ഹാളിൽ കൂടുതൽ ക്രിയേറ്റീവായി ചിന്തിക്കാനും ഉത്തരങ്ങൾ രൂപപ്പെടുത്താനും സാധിക്കും. സ്റ്റെപ്പ് 4. എക്സാം സെന്റർ സൈക്കോളജി. ബധിരനാവുക. പരീക്ഷാ ഹാളിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള അരമണിക്കൂർ വളരെ നിർണായകമാണ്. അവിടെ പലതരം ആളുകളുണ്ടാകും. ചിലർ ടെൻഷൻ അടിച്ച് പുസ്തകം മറിക്കുന്നുണ്ടാകും,
ചിലർ വലിയ ഗ്രൂപ്പുകളിൽ നിന്ന് ചർച്ച ചെയ്യുന്നുണ്ടാകും. അവിടെ നിങ്ങൾക്കൊരു സീക്രട്ട് പറഞ്ഞു തരാം. ആ സമയത്ത് ആരുമായും പഠനകാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. പ്രത്യേകിച്ച് നീ അത് പഠിച്ചോ, ഇത് വരുമോ എന്ന് ചോദിക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുക. ആ നിമിഷം നിങ്ങൾക്കറിയാത്തൊരു പോയിന്റ് മറ്റൊരാൾ പറഞ്ഞാൽ നിങ്ങളുടെ BP ഉയരുകയും അതുവരെ പഠിച്ചത് മറന്നുപോവുകയും ചെയ്യും. പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതുവരെ നിങ്ങളൊരു ലോകത്തു നിന്നും ഒറ്റപ്പെട്ടവനാണെന്ന് സങ്കല്പിക്കുക. സ്റ്റെപ്പ് 5. ടാക്ലിംഗ് ദ പേപ്പർ. അറ്റാക്ക് യുവർ സ്ട്രെങ്ത്. ചോദ്യപേപ്പർ കിട്ടുമ്പോൾ എല്ലാവരും ചെയ്യുന്ന തെറ്റാണ് അത് മുഴുവൻ വായിച്ചു നോക്കി പേടിക്കുക എന്നത്. ആദ്യത്തെ 2 ചോദ്യങ്ങൾ പ്രയാസമാണെങ്കിൽ ഉടൻ നമ്മുടെ കോൺഫിഡൻസ് താഴും. ശരിയായ രീതി ഇതാണ്. നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ചോദ്യങ്ങൾ എവിടെയാണെന്ന് നോക്കുക. അത് ആദ്യം എഴുതി തുടങ്ങുക. ആത്മവിശ്വാസത്തോടെ 3 ഉത്തരങ്ങൾ എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ തലച്ചോർ ഒരു വിന്നിംഗ് മോഡിലെത്തും. ഈ പോസിറ്റീവ് എനർജി ഉപയോഗിച്ച് പിന്നീട് വരാനിരിക്കുന്ന പ്രയാസമേറിയ ചോദ്യങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് എളുപ്പമാടും. ഓർക്കുക, നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങി എന്നതല്ല, എത്ര കൃത്യമായി എഴുതി എന്നതാണ് പ്രധാനം. ഡീലിംഗ് വിത്ത് അൺനോൺ ക്വസ്റ്റ്യൻസ്. വിട്ടുകൊടുക്കരുത്. ഒരു ചോദ്യം കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ അതൊരിക്കലും ഒഴിച്ചിടരുത്. ബോർഡ് എക്സാമുകളിലും മറ്റും സ്റ്റെപ്പ് മാർക്കിംഗ് ഉണ്ട്. ആ ചോദ്യത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചോ ആ ചാപ്റ്ററിലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു പോയിന്റുകൾ ഉപയോഗിച്ചോ ഒരു ഉത്തരം രൂപപ്പെടുത്തുക. പേജ് കാലിയായിട്ടാൽ ടീച്ചർക്ക് മാർക്ക് തരാൻ ഒരു വഴിയുമില്ല. എന്നാൽ നിങ്ങൾ എന്തെങ്കിലും എഴുതിയാൽ ടീച്ചർക്ക് 1/2 മാർക്കോ 1 മാർക്കോ തരാൻ തോന്നും. തോൽവിയിൽ നിന്നും ജയത്തിലേക്കുള്ള ദൂരം പലപ്പോഴും ആ 1 മാർക്കായിരിക്കും. അതുകൊണ്ട് പരീക്ഷാ പേപ്പർ പൂർണ്ണമായും പൂരിപ്പിക്കുക എന്നത് ഒരു നിയമമായി എടുക്കുക. പ്രസന്റേഷൻ. എഴുത്തിന്റെ ഭംഗി. നിങ്ങൾ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും നിങ്ങളുടെ പേപ്പർ തിരുത്തുന്ന ആൾക്കത് വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫലമില്ല. വരികൾക്കിടയിൽ കൃത്യമായ സ്ഥലം വിടുക. പോയിന്റുകൾ ബുള്ളറ്റ് മാർക്കുകളിൽ എഴുതുക. പ്രധാനപ്പെട്ട വരികൾ അടിവരയിടുക. നിങ്ങളുടെ പേപ്പർ നോക്കുന്ന അധ്യാപകന്റെ ജോലി എത്രത്തോളം നിങ്ങൾ എളുപ്പമാക്കുന്നുവോ അത്രത്തോളം കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അത് മനഃശാസ്ത്രമാണ്. എത്തിക്കൽ ഡിസ്ക്ലെയിമർ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പരീക്ഷ എന്നത് നിങ്ങളുടെ കരിയറിലെ ഒരു ഘട്ടം മാത്രമാണ്. ഇവിടെ മാർക്ക് നേടുന്നത് പ്രധാനമാണ്. പക്ഷേ അത് കുറുക്കുവഴികളിലൂടെയോ കോപ്പിയടിയിലൂടെയോ ആകരുത്. നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങളുടെ മാർക്കിനേക്കാൾ വലുത്. ഈ ടിപ്പുകൾ നിങ്ങളുടെ പ്രയത്നത്തെ സഹായിക്കാനുള്ളതാണ്, അല്ലാതെ കഷ്ടപ്പെടാതെ വിജയിക്കാനല്ല. സ്ട്രെസ് അമിതമാകുന്നു എന്ന് തോന്നിയാൽ ഒരു മുതിർന്ന വ്യക്തിയോടോ കൗൺസിലറോടോ സംസാരിക്കാൻ മടിക്കരുത്. പരീക്ഷാ ഹാളിൽ നിങ്ങൾ തനിച്ചായിരിക്കില്ല. നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും എന്റെ ആശംസകളും നിങ്ങളുടെ കഠിനാധ്വാനവും കൂടെയുണ്ടാകും. പോയി ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ കംപ്ലീറ്റ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനു വേണ്ടിയുള്ള അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ്. 4000 രൂപ വിലയുള്ള ഈ പ്രീമിയം കോഴ്സ് വെറും 89 രൂപയുടെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് പൂർണ്ണമായും ഫ്രീ ആയി ലഭിക്കും. ഇതിനകം തന്നെ നമ്മുടെ ചാനലിലെ 500-ലധികം മെമ്പേഴ്സ് ഈ ഫാമിലിയിൽ ജോയിൻ ചെയ്യുകയും അവരുടെ ലൈഫ് മാറ്റുകയും ചെയ്തു കഴിഞ്ഞു. അവരോടൊപ്പം ചേരാനും ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റ് സ്വന്തമാക്കാനും താഴെയുള്ള ജോയിൻ ബട്ടൺ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. അടുത്ത വീഡിയോയിൽ കാണാം. Stay sharp, stay confident.